ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ലാലേട്ടൻ സത്യം പറഞ്ഞ പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ആര്യനെ എടുത്തിട്ട് അലക്കിയത്. ഇവൻ കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ ചൊറിഞ്ഞ ഒരുത്തനാണ്. അതായത് തലയിൽ ക്യാപ്പ് വയ്ക്കണോ, കുളിക്കുമ്പോൾ ക്യാപ്പ് വയ്ക്കണോ എന്നൊക്കെ പറഞ്ഞ് അത് ലാലേട്ടൻ തന്നെ വന്നപ്പോൾ പറഞ്ഞു. അതായത് മോനെ, നിനക്ക് എന്നോട് കളിക്കാൻ പറ്റുമെങ്കിൽ കളി, ബാക്കി നമ്മൾ നോക്കിക്കോളാം. ഒരുമാതിരി എല്ലാവരെയും ഒരു ആക്കിയ ഒരു സ്വഭാവമാണ് ഈ ആര്യന്. ഓവർ ഭവ്യത പോലെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അനുസരണ കുട്ടിയെ പോലെ നിന്ന് ഓവർ ഷോ കാണിക്കുന്നത്, ഇതൊക്കെ ഒരു തരം കളിയാക്കലാണ്. അതെന്തായാലും ലാലേട്ടൻ പൊളിച്ചു. പിന്നെ രണ്ടാമത്തെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും അനിമോൾ, പ്രിയപ്പെട്ട അനിമോൾ, അല്ലെങ്കിൽ അനിമോളിന്റെ രണ്ടാം വരവ് എന്നൊക്കെ പറയും പോലെ ആദ്യത്തെ ആഴ്ചയൊക്കെ വളരെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിലിരുന്ന അനു പെട്ടെന്ന് രണ്ടാമത്തെ ആഴ്ച മുതൽ കാണിച്ചു കൂട്ടിയ വേറെത്തരം സത്യം ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇറിറ്റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ച് 8-10 പേര് അനുമോക്കെതിരെ ഇപ്പോൾ ഉണ്ട് ആ ബിഗ് ബോസിന്റെ അകത്ത്. കാണിച്ചതിന് അത്രയാണ്. ലാലേട്ടൻ ഇന്നലെ അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്തു. അതായത് ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കൂല, ഒരു ജോലി ക്ലിയർ ആയിട്ട് ചെയ്യൂല, ആ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് പറയുന്നതാണോ മോളെ ചെയ്യുന്നത് എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ കിളി പോയി അങ്ങനെ നിന്ന് കണ്ണും നിറഞ്ഞിരുന്നതാണ്. അവിടെ ഓരോ മത്സരാർത്ഥികളും അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴും ലാലേട്ടനും കൂടെ ചേർന്ന് പറഞ്ഞു അത് വേറെ ഒരു കാര്യം. പിന്നെ റന ഫാത്തിമ അനുമോളെ ഷുഷു ഹാങ്ങ എന്ന് വിളിച്ചത്. ഷുഷു ഹാങ്ങയുടെ യഥാർത്ഥ അർത്ഥം ആർക്കും അറിയില്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു യൂട്യൂബർ ഇതിന്റെ അർത്ഥം ഗൂഗിളിൽ കയറി കണ്ടുപിടിച്ച് തെരഞ്ഞു വെച്ചിട്ടുണ്ട്. ഹാങ്ങ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി അവളെ വിലക്കുന്നുണ്ട്, അക്ബർ വന്നിട്ട് വിലക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിന്നി വന്നിട്ട് വിലക്കുന്നുണ്ട്. ഇത്രയും പേര് പറഞ്ഞിട്ട് ഇവിടെ എഗെയിൻ അത് വിളിക്കുകയാണ്. സത്യം പറഞ്ഞ അനന്തു എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള യൂട്യൂബറാണ്. ലൈവ് കണ്ടിട്ടല്ല സത്യം പറഞ്ഞ അഭിപ്രായം പറയുന്നത്. ഇത് എപ്പിസോഡ് കണ്ടിട്ടാണ് അനന്തു ഇമാതിരി കാണിക്കുന്നത്. അതായത് അപ്പാനി, അക്ബർ, ബിന്നി, ആര്യൻ, റന ഫാത്തിമ ഇവരെല്ലാരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു പേരാണ് ഷുഷു ഹാങ്ങ. ഇവൻ ഇതിന്റെ മീനിങ് പറയുന്നുണ്ട്, അത് ഞാൻ കേൾക്കാം. ഇതിന്റെ പൊന്നെ, ഇവൻ ഇവിടെ നിന്നാണ് ഇതിന്റെ മീനിങ് കണ്ടുപിടിച്ചെന്ന് എനിക്കറിയില്ല. ബിന്നി ചൈനയിലൊക്കെ പോയി ഡോക്ടർ പഠിച്ചിട്ട് വന്നതുകൊണ്ട് അപ്പാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എനിക്കൊരു പേര്, അതായത് എനിക്ക് 2-3 തെറിയൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന്. അപ്പൊ ഷുഷു എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടോ എന്ന് ബിന്നിയോട് ചോദിച്ചപ്പോൾ ബിന്നി പറഞ്ഞു ഷുഷു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്കിൾ എന്നാണ്. അപ്പൊ നമുക്ക് ഒരു പേര് അല്ലെങ്കിൽ ഒരു വേർഡ് കണ്ടുപിടിക്കാൻ ഷുഷു ഹാങ്ങ. ഇനി മുതൽ ആരെങ്കിലും നമ്മൾ ഷുഷു ഹാങ്ങ എന്ന് വിളിക്കണം. അപ്പൊ ബിന്നിയോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് അതിന് വലിയ അർത്ഥമൊന്നും ഇല്ല. അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ നമുക്ക് അനുമോളിനെ ഇറിറ്റേറ്റ് ചെയ്യാം. അപ്പൊ അനുമോളെ നോക്കി റണ ഷുഷു ഹാങ്ങാന്ന് വിളിക്കണം. അപ്പൊ നമ്മളെല്ലാവരും പറയും വിളിക്കരുത് വിളിക്കരുത്, അത് വലിയ ഒരു തെറിയാണ് എന്ന് നമ്മൾ പറയും. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മീനിങ് പറഞ്ഞുകൂടാ, അങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. അതാണ് സത്യത്തിൽ ഇന്നലെ അന്ന് ലൈവ് നടന്നത്. പക്ഷേ ഇവൻ ടെലികാസ്റ്റ് ചെയ്തത് കണ്ട് മാത്രം, എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കണ്ട് മാത്രം അനുമോളെ സപ്പോർട്ട് ചെയ്താണ്. ഇവരെ കുറെ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ നോക്കിയാൽ അറിയാം. റീസെന്റ് ആയിട്ട് ഇവൻ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം അനുമോളുടെ PR-ന്റെ ഹെഡ് ആണെന്ന് തോന്നുന്നു. അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസിൽ മറ്റു കോണ്ടന്റുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അനുമോളിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അനന്തു. അപ്പൊ ലൈവിൽ ഇവരെല്ലാരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഷുഷു ഹാങ്ങയ്ക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഇനി ഇവൻ കണ്ടുപിടിച്ച മീനിങ് ഒന്ന് കേൾക്കണം നിങ്ങൾ. ക്രീപ്പി അങ്കിൾ എന്നൊരു മീനിങ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇൻ ഓൺലൈൻ സ്ലാങ് ഇറ്റ് ഓഫൻ യൂസ്ഡ് ടു ഇംപ്ലൈ എ പെഡോഫൈൽ ഓർ ആൻ ഓൾഡർ മാൻ വിത്ത് എന്തൊരു വലിയൊരു മീനിങ് ആണ് അവൻ സ്വയം കണ്ടുപിടിച്ച്. അത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചെന്ന് എനിക്കറിയില്ല. ഷുഷു ഹാങ്ങാന്ന് ഞാൻ അടിച്ചപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുകയാണ്. ഇൻഅപ്രോപ്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇപ്പ് ഓഫ് സ്ലാങ്, ചൈനീസിലെ ഒരു സ്ലാങ് ആണ്, ഒരു പ്രയോഗമാണ്. ചൈനീസിലൊരു സ്ലാങ് ആണ്. എനിക്കറിയില്ല അങ്ങനെ ഒരു സ്ലാങ് ഉണ്ടോ എന്ന്. കാര്യം ബിന്നി അവിടെ ഉണ്ടായിരുന്നു. ചൈനയിൽ 5 വർഷം MBBS പഠിച്ചുകൊണ്ട് ബിന്നിക്ക് നല്ല രീതിയിൽ ചൈനീസ് സ്ലാങ് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വേർഡ്, അങ്ങനെ ഒരു അർത്ഥമോ അങ്ങനെ ഒരു തെറിയോ ചൈന ഭാഷയിൽ ഇല്ല എന്ന് ഇവർ പൂർണ്ണമായും ബിന്നിയുടെ അടുത്ത് കേട്ടതിന് ശേഷം മാത്രമാണ് ആ വേർഡ് യൂസ് ചെയ്തത്. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോൾ അർത്ഥമില്ല, അർത്ഥമില്ലാത്ത കാര്യത്തിനാണ് പലപ്പോഴും അവിടെ അടി ഉണ്ടാക്കുന്നതെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അനന്തു മാക്സിമം അനന്തിന്റെ കമന്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. പലരും പറയുന്നത് ഒന്നാണ്, അതായത് ലൈവ് കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ, അല്ലാതെ എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുക. ഇനി റണ ഫാത്തിമയുടെ കാര്യം, നിരന്തരമായി അനുമോളെ മാത്രം ചൊറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഒന്നും ആക്റ്റീവ് ഇല്ലാത്ത റണ പെട്ടെന്ന് എവിടെയോ പൊട്ടിമുളച്ചതുപോലെയാണ് റണയുടെ ബിഹേവിങ് ഒക്കെ. വേറെ ഒരു ടോപ്പിക്കും കിട്ടിയില്ല. ഇങ്ങനെ അനുമോളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അനുമോള് കുക്കിംഗ് ചെയ്താൽ അവിടെ പോയി ചൊറിയും. എന്തിനാണെന്ന് അറിയില്ല. ഈ സാധനത്തിനൊക്കെ എടുത്ത് വെളിയിലെടുത്ത് ദൂരെ എറിയണം. എന്ത് പറഞ്ഞാലും മെച്യൂരിറ്റി ഇല്ലായ്മ, ഒരു പ്രായത്തിൽ ചെറുതൊന്നുമില്ല, നല്ല മൂപ്പിന്റെ വർത്തമാനമാണ് അവൾ കാണിക്കുന്നത് അവിടെ കിടന്ന്. സോ ഈ റണ ഫാത്തിമ എന്തായാലും നോമിനേഷനിൽ വന്നാൽ അനുവിന്റെ ഫാൻസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള ഇവിടെ വെറുക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ഈ രണയെ തൂക്കി എന്തായാലും പുറത്തെറിയും. പിന്നെ അനുമോള് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല അവിടെ കാണിച്ചു കൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ തന്നെ ശൈത്യയുടെ അടുത്ത് ഒരാവശ്യമില്ല. അതായത് അനുമോള് ജയിലിൽ പോയി കിടന്നപ്പം ശൈത്യ ഈ നെവിന്റെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചതിനാണ് അനുമോൾ ദേഷ്യപ്പെട്ടത്. അനുമോൾ ആരാണെന്നാണ് വിചാരം? സത്യത്തില് അനുമോൾ ഒരു സംഭവമാണെന്നാണ് വിചാരം. ഒരു സ്റ്റാർ മാജിക് ഉണ്ട്, അനുമോളുണ്ട്, അത്രേ ഉള്ളൂ. അനുമോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ മറ്റു കാര്യത്തിനൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്ന ജനം പുറത്തുണ്ട്, അവരെനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പൊ അനുമോൾക്ക് അറിയാം എന്ത് കാണിച്ചാലാണ് ജനം അക്സെപ്റ്റ് ചെയ്യുന്നത്. കരച്ചിൽ, ആ കരച്ചിൽ നിരന്തരമായ അനുമോൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്.
അല്ലെങ്കിൽ തന്നെ ഒരു ആവശ്യമില്ലാതെ ശൈത്യയുടെ അടുത്ത് പോയി ആളാവേണ്ട ആവശ്യമുണ്ടോ? ശൈത്യക്കാണെങ്കിൽ അനുമോളെ വലിയ കാര്യമാണ്. ശൈത്യ, ഇന്നലെ നൂറ, രേണു എല്ലാവരും ഇരുന്നപ്പോഴാണ് അനുമോൾ ശൈത്യയുടെ അടുത്ത് നിരന്തരമായി ഇങ്ങനെ തർക്കിക്കുന്നത്. അതായത് നീ എന്തിനവരെ കൂടെ പോയി പ്രേതകഥ പറയുകയാണ്, എനിക്കിഷ്ടമല്ല ഇതൊന്നും, എനിക്കിഷ്ടമല്ല, നിനക്കിഷ്ടമല്ലെങ്കിൽ എന്ത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കേൾക്കുമെന്ന് ശൈത്യ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോൾ ഭയങ്കര അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷാനവാസ് അമ്മാവന്റെ കാര്യമൊക്കെ നമുക്ക് പറയാൻ തന്നെ അറിയാം. നിലവിലെ ബിഗ് ബോസിന്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇരിക്കുന്ന മത്സരാർത്ഥികളൊന്നും സ്ട്രോങ് അല്ല. ഇനി വല്ല ഓയിൽ കാർഡ് എൻട്രികളോ വല്ലതൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലേ വല്ല രക്ഷയേ ഉള്ളൂ. ആളുകൾ വോട്ട് ചെയ്യാൻ പോലും മടിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.